ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 3 വാക്യമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് നാം ഇവിടെ വായിക്കുന്നു. അവിടെ കർത്താവ് സ്ഥലമൊരുക്കുന്നു, ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നു. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? പോകാൻ റെഡി ആയിട്ടുണ്ടോ? അല്ലേ? സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ഈ വിധ ആലോചനകളെ നമ്മളെ പ്രത്യാശയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തുമെന്നാണ്. ഇരിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്നുള്ളതാണ്. ഓരോ ദിവസവും പരിശുദ്ധാത്മ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കാൻ വരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ തട്ടിമാറ്റിയിട്ട് മൊബൈൽ ചാറ്റും ചെയ്ത്, ടി വിയും കണ്ട്, കഫയിൽ പോയി എന്തൊക്കെയോ ചെയ്ത്, പന്ത് കളിയും കണ്ട്, ക്രിക്കറ്റ് കളിയും കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഇരിക്കുകയാണോ? അതോ സന്ധ്യ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? രാവിലെ പ്രാർത്ഥനയുണ്ടോ? ഉച്ചയ്ക്ക് പേഴ്സണൽ പ്രാർത്ഥനയുണ്ടോ? ഇതൊക്കെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആലോചന. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുന്നുവെന്നല്ലേ? അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യാതെ വിശ്വസ്തരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു മണവാട്ടിയെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ? കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ടവരുണ്ട്, 10 താലന്ത് കുഴിച്ചിട്ടവരുണ്ട്, അതങ്ങനെ ഒത്തിരി വിളക്കിൽ എണ്ണയെടുക്കാത്ത കന്യകമാരുണ്ട്. ഇവരെല്ലാം ക്രിസ്തുവിൻ്റെ വരവിൽ തള്ളപ്പെടുമെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളെ ഒരുക്കുകയാണ്. ഒരു വീട്ടിൽ ഞാൻ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ അവരെല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നത് കണ്ടുകൊണ്ട് അവരെല്ലാവരും അകത്തോട്ടൊക്കെ പോയി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് TV ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഏതോ ഒരു സീരിയൽ കാണാൻ വെച്ച് കരയുന്നുണ്ട്. പക്ഷേ ദൈവസന്നിധി കരയത്തില്ല. ഇതൊക്കെ കണ്ട് കരയാനിടയായിത്തീരും. എന്തായാലും അവരത് ഓഫ് ചെയ്ത് പിന്നത്തേതിൽ അവർ കുറ്റം സമ്മതിച്ചു. പ്രിയരെ, എത്രയോ വീടുകൾ ഇത് സന്ധിക്കൊന്ന് ചെന്ന് നോക്കിയാൽ എന്താ കാഴ്ചകളാണ് കാണുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വിശ്വസ്തനായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശ്വസ്തരായി കർത്താവിനെ ഫലമേൽപ്പിക്കുക. കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് നമ്മളെ വന്ന് ചേർക്കാൻ വരുന്നത്. ഇപ്പോൾ കർത്താവ് വരും. നോഹയുടെ കാലം പോലെ അനേക സംഭവങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. രാജാവായി കർത്താവായി യേശു വരും, നമ്മളെ ചേർക്കും, അവൻ്റെ അടുക്ക് കൊണ്ടുചെല്ലും, അവനോടൊപ്പം ഇരുത്തും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ ശ്രദ്ധയൂന്നാതെ നിത്യതയാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മറ്റനേകരോടും ഈ സന്ദേശം അറിയിക്കാം. ദൈവം നമ്മളതിനായിട്ട് സഹായിക്കട്ടെ. ഇന്ന് രാവിലെ സമയം പ്രത്യാശയുടെ ദൂത് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞതാകട്ടെ. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.